വെൽക്കം ബാക്ക് ടു ട്രാൻകൂർ ഗാർഡൻസ്. ഞാൻ അഞ്ജന കൃഷ്ണൻ. അപ്പോൾ ഇന്ന് നിൽക്കുന്നത് നമ്മൾ പുതിയ ലോഡ് വന്നിട്ടൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ഇടാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഫസ്റ്റ് വന്നേക്കുന്നത് അത് ഈ ഒരു ഈ ഒരു റോസാണ്. ഫ്ലോറിബെൻഡ റിച്ച് റെഡ് എന്നാണ് ഈ ഒരു റോസിൻ്റെ പേര്. ഇത് ഏകദേശം ഭയങ്കര ഒരു ക്യൂട്ടായിട്ടുള്ളൊരു ഫ്ലവറാണ്. അകത്ത് വന്നിട്ടൊരു പ്രത്യേക നമ്മുടെ ഡേവിഡ് ഓസ്റ്റിൻ റോസൊക്കെ മാതിരിയിട്ടാണ് ഇതിൻ്റെ അകത്ത് ഉള്ള അറേഞ്ച്മെൻറ്റ്സ് വരിക. ഒരു ബാക്കിയുള്ള റോസ് ഫ്ലവറിൽ നിന്ന് എന്തോ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു അറേഞ്ച്മെൻറ്റാണ് അകത്ത് വരിക കേട്ടോ. മുമ്പ് ഞാനൊരു വീഡിയോ ഉണ്ടായിരുന്നു ഒരു ഓറഞ്ച് കളർ റോസ്, അകത്തൊരു പേപ്പർ ചുരുട്ടി വെച്ച മാതിരി ഒരു റോസ്. അപ്പോൾ ഏകദേശം അതുപോലത്തെ അതിൻ്റെ റെഡായിട്ടാണ് കേട്ടോ ഈ ഒരു റോസ് വരിക. പിന്നെ ഇത് ഈ ഒരു ചന്ദന റോസ്, പിന്നെ ഇത് ഈ ഒരു പിങ്ക് ഷെയ്ഡ് റോസ്. ഇത് രണ്ടും ഒരു 5 പേർക്ക് തരാനുള്ള ക്വാണ്ടിറ്റി മാത്രമേ ഈ ഒരു ചന്ദന റോസും ഈ ഒരു പിങ്ക് റോസും ഉള്ളൂ കേട്ടോ. കാരണം ഇതും വളരെ സ്റ്റോക്ക് കുറവാണ്. പിന്നെ ഇതൊരു ബട്ടൺ പിങ്ക് റോസാണ്, ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റോസാണ്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് അവൈലബിൾ ആണ്. നമുക്കിപ്പോൾ ഒരു ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്നവർക്ക് ഇതിൻ്റെ 1-2 പ്ലാന്റ്സ് മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നല്ല ബുഷിയായിട്ട് നിൽക്കും. എന്നും പൂക്കളുണ്ടാവും. നമുക്ക് അധികം പരിചരണമൊന്നുമില്ല എന്നുണ്ടെങ്കിൽ പോലും നിറയെ നമ്മുടെ ഗാർഡനിൽ പൂത്ത് നിൽക്കുന്ന ടൈപ്പ് ഫ്ലവറാണ് കേട്ടോ ഇത്. അടുത്തതായിട്ട് നമ്മുടെ സമ്മർ സ്നോ ആണ്. സമ്മർ സ്നോയുടെ ഇത് ഡബിൾ പെറ്റലാണെന്നാണ് എനിക്ക് തോന്നുന്നു. മുമ്പൊക്കെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിലും അധികം പെറ്റൽ അങ്ങനെ കണ്ടിട്ടില്ല. പക്ഷേ ഇതിന് ഇച്ചിരി പെറ്റലിൻ്റെ കൗണ്ട് കൂടുതലാണ്. ഇതിങ്ങനെ ഒരുമിച്ച് ഇങ്ങനെ ഫ്ലവറിങ്ങായി നിൽക്കുമ്പോൾ ഒരു കാണാനായിട്ട് പ്രത്യേക ഒരു ഭംഗിയാണ്. ഇങ്ങനെ അടുക്കടുക്ക് പോലെ നിൽക്കുന്നുണ്ട്. പിന്നെ ഒരു ചെറിയൊരു ഗ്രീൻ ഷെയ്ഡൂടെ വരുന്നുണ്ട്. അപ്പം നമ്മുടെ പുതുതായിട്ടൊരു ഗാർഡനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് നല്ലൊരു ചോയ്സാണ്. കാരണം നമുക്കിപ്പോൾ ഒരുപാട് കെയർ വേണ്ടാത്ത നാടൻ ടൈപ്പൊക്കെ അന്വേഷിക്കുന്നവർക്ക് പറ്റിയൊരു റോസാണ് ഈ ഒരു സമ്മർ സ്നോ എന്ന് പറയുന്നത്. അടുത്തതായിട്ട് പീസ് ആൻഡ് ലവ് ഈ റോസാണ്. നമ്മുടെ ഗാർഡനിൽ ഒരു കളർ ചേഞ്ചിങ് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ ഒരു റോസ് നല്ലൊരു ചോയ്സാണ്. കാരണം വിരിയുന്ന സമയത്ത് ചിലപ്പോൾ യെല്ലോ ആവാം, ചിലപ്പോൾ ഈ ഒരു കളറാവും, ചിലപ്പോൾ ഒരു റെഡിഷ് ആയിട്ടുള്ളൊരു ഓറഞ്ച് വരാം. അങ്ങനെ പല കളറിൽ നിൽക്കും. ഓരോ പൂവും ഓരോ കളറായിട്ട് നിൽക്കുന്ന ഒരു ടൈപ്പാണ് ഈ ഒരു പീസ് ആൻഡ് ലവ്. അടുത്തതായിട്ട് ഈ ഒരു മാംഗോ യെല്ലോ റോസാണ്. അടിയിലെ ലെയർ വന്നിട്ടൊരു വൈറ്റും പിന്നെ നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു യെല്ലോ ആണ്. ഓരോ ദിവസം കഴിയും തോറും ഫ്ലവറിൻ്റെ കളർ കുറഞ്ഞ് വൈറ്റ് ഷെയ്ഡിലോട്ടാവും. അപ്പോൾ അതൊരു കണ്ടതോ, ഇത് ഓരോ ദിവസവും ഫ്ലവറിങ് കഴിഞ്ഞതിൻ്റെയാണ് കേട്ടോ. അപ്പോൾ വിരിയുന്ന സമയത്ത് നല്ലൊരു ഡീപ്പായിട്ടുള്ളൊരു യെല്ലോ ആണ്. അത്യാവശ്യം നല്ലൊരു ഫ്രാഗ്രൻസും ഉണ്ട്. ഇതിൻ്റെയൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പോൾ നമ്മുടെ ലോഡിൽ വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് ഇന്നലെ പാക്കിങ്ങിൻ്റെ തിരക്കായിരുന്നു. അപ്പോൾ എനിക്ക് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്ന് ഫ്രീ ആയിട്ടാണ് ഞാനിത് ഈ ഒരു വീഡിയോ ഒക്കെ എടുക്കുന്നത്. അപ്പോൾ ഉള്ള റോസ് എല്ലാം ഞാനിതിനകത്ത് കാണിക്കുന്നുണ്ട്. ഇനിയും കുറച്ച് റോസസ് ഉണ്ട്, അതൊക്കെ കോംബോ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ ഇന്നലെ ഞാനൊരു മാംഗോ റോസിൻ്റെ ഒരു കോംബോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. 4 റോസ് വരുന്നൊരു കോംബോ 580 രൂപ. അപ്പോൾ ആ വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു പോയി കാണുക. പിന്നെ അടുത്തത് ഈ ഒരു ക്രീപ്പർ റോസാണ്. മിനിയേച്ചർ കുഞ്ഞു പൂക്കൾ, നമ്മൾ സിസിലി റോസില്ലേ അതിൻ്റെയൊക്കെ ഒരു മിനിയേച്ചർ ടൈപ്പാണ്. കുഞ്ഞു പൂക്കളാണ്, കുഞ്ഞിതളുകളും ഒക്കെ ആയിട്ട് മിനിയേച്ചർ ടൈപ്പാണ്. അധികം പൂക്കൾ വലുതാവില്ല. ഇങ്ങനെ തന്നെ ആയിരിക്കും കേട്ടോ ഇതിൻ്റെ പൂക്കൾ ഉണ്ടാകുന്നത്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ചെറിയൊരു ബേബി പിങ്ക് ഷെയ്ഡിൽ വരുന്നൊരു റോസാണ്. ഇതിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. ഇത് നമുക്ക് ഒരുപാട് പടർന്നു പോയിട്ടൊന്നുമല്ല, മീഡിയം സൈസിൽ തന്നെ പ്ലാന്റ്സ് ഫ്ലവറിങ് ആവാൻ തുടങ്ങും. പിന്നെ ഇത് ഏതെന്ന് പറഞ്ഞാൽ നമ്മുടെ കാശ്മീരി റോസിൻ്റെ ഒരു ടൈപ്പാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഒരു കുങ്കുമത്തിൻ്റെ കളർ എന്നൊക്കെ പറയില്ലേ, ഒരു പിങ്ക് ഷെയ്ഡൊക്കെ ചേർത്ത് ഒരു പിങ്കിഷ് റെഡാണിത്. നമ്മുടെ കാശ്മീരി റോസിൻ്റെ ചേച്ചിയൊക്കെ ആയിട്ട് വരും. ഇപ്പോൾ കഴിഞ്ഞ വട്ടവും ഈ ഒരു പ്ലാന്റ് സെയിലിന് വന്നപ്പോൾ പെട്ടെന്ന് തന്നെ സോൾഡ് ഔട്ടായി. ഇതുപോലെ ഇപ്രാവശ്യവും വെറും 10 പ്ലാന്റ്സ് മാത്രമേ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. അപ്പോൾ പ്ലാന്റ്സ് വേണ്ടവർ ഉടനെ തന്നെ ഈ കൊടുത്തേക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾ ചിലപ്പോൾ കോളൊക്കെ വിളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പാക്കിങ്ങിൻ്റെ തിരക്കിലോ എന്തെങ്കിലുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു 3 മണി 4 മണിയൊക്കെ ആകുമ്പോൾ ഈവനിങ് പാക്കിങ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. നൈറ്റ് ഒരു 12 മണി വരെ നമുക്ക് പാക്കിങ് ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് പിന്നെ രാവിലെ 6 മണി മുതൽ പാക്കിങ് നടന്നിട്ടൊരു 2 മണിക്കുള്ളിൽ DTDCയിൽ കൊണ്ടെത്തിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ 2 പ്ലേസസിലാണ് നമ്മൾ കൊറിയർ അയക്കുന്നത്. ഒന്ന് എൻ്റെ വീടിൻ്റെ അടുത്തു നിന്നും, പിന്നെ വീടിൻ്റെ അടുത്തു നിന്ന് ഒരു 20-25 കിലോമീറ്റർ മാറിയിട്ടുമാണ്. അവിടെയാണെന്നുണ്ടെങ്കിൽ ഈവനിങ് ഒരു 6 മണി വരെ കൊറിയർ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അടുത്തതായിട്ട് വന്നേക്കുന്നത് ഈ ഒരു ബട്ടർഫ്ലൈ റോസാണ്. ബട്ടർഫ്ലൈ റോസിൻ്റെ വെറും 5 പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ സെയിലിനായിട്ടുള്ളൂ. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ.
ഈ സെയിം പ്ലാന്റ്സ് എന്നായിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അടിപൊളിയാണ് കാണാനായിട്ട്. ഒരു 5 പെറ്റൽ മാത്രമേ ഉള്ളൂ. നടുക്കൊരു ഗോൾഡനും അതിൻ്റെ ചുറ്റിനുമായിട്ടൊരു വൈറ്റും പിന്നെ ഒരു പിങ്ക് ഷെയ്ഡുമാണ്. മിനിയേച്ചർ ടൈപ്പാണ്. അതിൻ്റെ ലീഫും കാണാനൊരു പ്രത്യേക അട്രാക്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെയും കുറച്ച് പ്ലാന്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് വരുന്നവർക്കായിരിക്കും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നിങ്ങളിപ്പോൾ പ്ലാന്റ്സൊക്കെ ഫസ്റ്റ് ഓർഡർ തന്നിട്ട് പ്ലാന്റ്സ് മാറ്റി വെക്കാൻ പറയും. ചിലവരാണെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യും, ചിലരാണെന്നുണ്ടെങ്കിൽ പേയ്മെൻറ്റ് ചെയ്യില്ല. അങ്ങനെയൊക്കെ വരുമ്പോൾ പ്ലാന്റ്സ് അങ്ങനെ ഇപ്പോൾ മാറ്റി വെക്കാറില്ല കേട്ടോ, ഹോൾഡ് ചെയ്ത് വെക്കുന്നില്ല. കാരണം കുറേ പേരൊക്കെ പിന്നെ ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ ഇത് ബേബി പാരഡൈസ് ആണ്. ബേബി പാരഡൈസിൻ്റെയും ഏകദേശം ഒരു 20 പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ നമുക്ക് സെയിലിനായിട്ടുള്ളൂ. അപ്പോൾ ആദ്യം വന്ന് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും പ്രയോറിറ്റി കൂടുതൽ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ഇൻസിഡൻറ്റ് ഉണ്ടായി. പ്ലാൻസൊക്കെ മാറ്റി വെക്കാൻ പറഞ്ഞു, പ്ലാൻസൊക്കെ മാറ്റി വെക്കും, പിന്നെ അങ്ങോട്ട് മെസ്സേജ് അയക്കില്ല, ഇങ്ങോട്ട് മെസ്സേജ് അയക്കില്ല. പിന്നെ അവർ ആ ഒരു ഏരിയയിൽ അവരെ കാണത്തില്ല. അങ്ങനെ ഒരു കുറച്ച് ഇപ്പോൾ 2-3 എനിക്ക് ഇൻസിഡൻ്റ് ആയി അങ്ങനെ പ്ലാൻസ് മാറ്റി വെച്ചിട്ട്. കാരണം ഇപ്പോൾ ഒരു 5 പ്ലാൻസൊക്കെ ആകുമ്പോൾ ആദ്യം പേയ്മെൻറ്റ് ഇടുന്നവർക്കാണെന്നുണ്ടെങ്കിൽ പ്ലാൻസ് അങ്ങ് അയച്ചു കൊടുക്കും. ആർക്കും ഇനി പ്ലാൻസ് മാറ്റി വെക്കില്ല കേട്ടോ. അപ്പോൾ ഇത് പ്യുവറായിട്ടുള്ള വൈറ്റാണ്, നല്ല തൂവെള്ള നിറത്തിലുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് ഇതിൻ്റെത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ നമ്മുടെ റെഡ് റോസ്, ഓൺ റൂട്ടഡ് ആയിട്ടുള്ള റെഡ് റോസാണിത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പം നമ്മുടെ സെയിലിനായിട്ട് വന്നിട്ടുണ്ട്. അത് ഈ സെയിം പൂക്കളുടെ വലിപ്പമായാലും എല്ലാം ഈ ഓൺ റൂട്ടഡ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമുക്കിപ്പോൾ സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. ബിഗ് ഫ്ലവേഴ്സാണ്, ഒരു ഡീപ്പായിട്ടുള്ളൊരു റെഡാണ്. അത്യാവശ്യം പെറ്റൽ കൗണ്ട്സ് ഉണ്ട്. നമ്മുടെ കട്ട് ഫ്ലവറൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഫ്ലവറാണ്. അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇത്. ഇതിൻ്റെയും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഏകദേശം ഒരു 50 പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ സെയിലിനായിട്ടുള്ളൂ. അപ്പോൾ വേണ്ടവർ ആദ്യം തന്നെ വരിക കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു 5 പ്ലാന്റ്സ് മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഒരു മീഡിയം സൈസ് പ്ലാന്റ്സ് ആണ്. ഇതിനകത്ത് ഒരുപാട് ലീഫും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, വളരെ കുറച്ച് ലീഫ്. കാരണം ഇത് ഒരു തവണ വന്നിട്ട് ലീഫ് കൊഴിഞ്ഞു പോകുന്നൊരു ടൈപ്പാണ് കേട്ടോ. പിന്നെ ഇതൊരു മിനിയേച്ചറാണ്. നമ്മുടെ മാംഗോ യെല്ലോ അല്ല, നമ്മുടെ ഒരു ഓറഞ്ചും റെഡും, ഒരു ഓറഞ്ച് റെഡും ഡീപ്പായിട്ട് വരുന്ന ഒരു ഓറഞ്ചും, അതായത് നമ്മുടെ പീസ് ആൻഡ് ലവിൻ്റെ തന്നെ മിനിയേച്ചർ പോലെ തോന്നിക്കുന്ന ടൈപ്പാണ്. ഇതിന് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ഇപ്പം നമ്മുടെ സെയിലിനായിട്ടുണ്ട്. അടിപൊളിയാണ് കാണാനായിട്ട്. മിനിയേച്ചർ ടൈപ്പിൽ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നമുക്ക് മിനിയേച്ചർ ടൈപ്പ് അങ്ങനെ അധികം കളേഴ്സൊന്നും കിട്ടാറില്ല. അപ്പോൾ ഇതിന് നല്ല ഹെൽത്തി പ്ലാന്റ്സ് ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പീസ് ആൻഡ് ലവ്. ഇതിൻ്റെ തന്നെ മിനിയേച്ചറാണ് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്ന റോസ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അത് ഒരു തീക്കട്ട പോലെയൊക്കെ നമുക്ക് തോന്നിക്കുന്ന രീതിയിൽ നിൽക്കുന്നൊരു ഫ്ലവറാണ് കേട്ടോ. അപ്പോൾ അടുത്ത റോസ് ഇതാണ്. നമ്മുടെ റെഡ് മിനിയേച്ചറാണ്. ഓൺ റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റാണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. നമ്മൾ ഹാരത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ടൈപ്പ് ഫ്ലവേഴ്സാണ് കേട്ടോ ഇത്. നല്ലൊരു റൗണ്ട് ഷേപ്പിൽ വന്നിട്ട് പ്രത്യേക പെറ്റൽ അറേഞ്ച്മെൻറ്റോട് കൂടിയ പ്ലാന്റ്സ് ആണ്. ഇത് വന്നിട്ട് റെഡ് പിനാക്കിയാണ്. ചുവന്ന രാജകുമാരി എന്നൊക്കെ പറയാൻ വേണമെന്നുണ്ടെങ്കിൽ പൂക്കളുടെ രാജ്ഞി രാജകുമാരി എന്നൊക്കെ ചിലപ്പോൾ പറയാറുണ്ട് ഈ ഒരു റെഡ് പിനാക്കി റോസിനെ. വളരെ മനോഹരമാണ്. ഒരു കപ്പ് ഷേപ്പിലാണ് ഈ ഒരു ഫ്ലവർ വരിക. നിറയെ പൂക്കളുണ്ടാവും. നമ്മുടെ ഗാർഡനിൽ വെക്കാൻ പറ്റിയ ഒരു പ്ലാന്റാണ്. എപ്പോഴും ഇതിൽ നിറയെ പൂക്കളായിരിക്കും ഉണ്ടാവുക കേട്ടോ. പിന്നെ അടുത്ത റോസ് ഇതാണ്. വളരെ മനോഹരമാണ്. നമ്മുടെ റൂബി റെഡ് ഇട്ടതുപോലെ റൂബി ഓറഞ്ചാണിത്. ഇതിൻ്റെ അടിവശം ഒരു വൈറ്റ് ഷെയ്ഡാണ്. നമ്മൾ ഈ വരച്ച് വെച്ചതുപോലെയുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഇതിന്. താണ്ട് ഇങ്ങനെ വരും. ഇതിൻ്റെ അടിഭാഗം വന്നിട്ട് ഒരു വൈറ്റ് ഷെയ്ഡ് കയറി വരുന്നൊരു റോസാണ്. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഇതിങ്ങനെ ഒരുമിച്ച് പൂത്ത് നിൽക്കുമ്പോൾ ഒരു പ്രത്യേക അട്രാക്ഷനാണ് കേട്ടോ ഇത്. ഇതിൻ്റെയും ഹെൽത്തി ആയിട്ടുള്ള ഏകദേശം ഒരു 10-15 തൈകൾ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു റോസൊക്കെ ഫസ്റ്റ് ഓർഡർ ചെയ്യുന്നവർക്കായിരിക്കും അയച്ചു തരുന്നത്. ഇപ്പോൾ ഓർഡർ ചെയ്യുന്നവർക്കെല്ലാം ഒരു 3-4 ദിവസത്തിനുള്ളിൽ തന്നെ കൊറിയർ അയക്കും. തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം ദിവസങ്ങളിലായിരിക്കും കൊറിയർ അയക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഓർഡർ ചെയ്യുന്നവർക്കെല്ലാം ഞാൻ നെക്സ്റ്റ് ഡേയും അതിൻ്റെ അടുത്ത ദിവസമൊക്കെ ആയിട്ട് കൊറിയർ അയക്കുന്നതായിരിക്കും. അപ്പോൾ പ്ലാൻസ് വേണമെന്നുള്ളവർ ഇതിൽ എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്